ചെറിയ ചില ശുഭസൂചനകൾ കൂടിയുണ്ട്. ഇറാനുമായി ഒരു സമാധാന കരാറിന് ഡൊണാൾഡ് ട്രംപ് നീക്കം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. രഹസ്യ ചർച്ചകൾക്ക് വിശ്വസ്തരെ ചുമതലപ്പെടുത്തി എന്നുള്ള വിവരമാണ് വരുന്നത്. ഇസ്രായേൽ അറിയാതെയാണ് ട്രംപിന്റെ നീക്കം എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. സായ്കുമാർ, ഗാസയിലേതുപോലുള്ള ഒരു സമാധാന കരാറായി മാറുമോ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇസ്രായേൽ അറിയാതെ ട്രംപിന്റെ ഒരു നീക്കം, അതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ? ഏതെങ്കിലും തരത്തിൽ ആശ്വസിക്കാൻ വകയുണ്ടോ? വിനീത, നിലവിൽ ആശ്വസിക്കാൻ വകയില്ല. ചില റിപ്പോർട്ടുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അമേരിക്ക അത്രമേൽ സമ്മർദ്ദത്തിലാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്ത് തന്നെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ യുദ്ധം തുടങ്ങിവെച്ചു, അത് ഏതെങ്കിലും വിധേന അവസാനിപ്പിക്കാൻ ട്രംപിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് അന്തർദേശീയ വിപണിയിൽ എണ്ണവില കുതിച്ചു വരുന്നു, ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. അതൊക്കെ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടവും അമേരിക്കക്കെതിരെ ഉണ്ടാവുകയും ചെയ്യും. ഇറാനാണെങ്കിൽ അവരുടെ തിരിച്ചടിയുടെ ആഘാതം കൂട്ടുകയുമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അത്ര ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധേന ഇത് അവസാനിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ ട്രംപ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ അറിയാതെ തന്നെ ഒരു സമാധാന കരാറിന് അവർ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചില വിശ്വസ്തരെ അതിനായി ട്രംപ് ചുമതലപ്പെടുത്തിയെന്നും ഇറാന്റെ ഉന്നതരുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയം നടത്താനും വിശ്വസ്തരും ട്രംപിന്റെ കുടുംബാംഗങ്ങളുമായ ജാരദ് കുഷ്ണറെയും സ്റ്റീവൻ വിറ്റ്കോഫിനെയും ഒരു രഹസ്യ ചർച്ചകൾക്കായി ട്രംപ് ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഉന്നത പ്രതിനിധികളോട് ചർച്ചകൾ നടത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് അബ്രഹാം കരാറുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ്. ഇങ്ങനെയുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകളെ തന്നെയാണ് ട്രംപ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം, ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് കനത്ത പ്രഹരമാണ് ഇറാൻ ഏൽപ്പിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം ഇറാനെതിരായ ആക്രമണത്തിന് ലോകരാജ്യങ്ങളെല്ലാം തങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ്. അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആയുധം താഴെ വെക്കുന്ന ഒരു സൂചനയും വന്നിട്ടില്ല. ഇറാനാണെങ്കിൽ അവർ ഈ ആക്രമണത്തിന്റെ, ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന ഒരു വിവരം കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഒരു F-15 വിമാനം വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്യുന്നുണ്ട്. ഇറാൻ ഹോർമൂസ് തുറക്കണമെന്ന് ട്രംപ് വെല്ലുവിളിക്കുമ്പോഴാണ് അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ടുകൊണ്ട് ഇറാൻ മറുപടി നൽകുന്നത്, അല്ലേ സായി? 48 മണിക്കൂർ സമയമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാന് മുന്നിൽ വെച്ചത്. ആ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെന്നും അതിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമാക്കണം, ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവിലയാണ് ഇപ്പോൾ ഇറാൻ കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഇറാൻ ഇപ്പോഴും പറയുന്നത് തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്നതിന് ഒരു തടസ്സവുമില്ല, പക്ഷേ ശത്രു രാജ്യങ്ങളെ അതുവഴി പോയാൽ തങ്ങൾ ആക്രമിക്കും എന്ന നിലപാട് ഇറാൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അത്തരം പ്രതികരണം വന്നതിന് പിന്നാലെയാണ് F-15 വിമാനം വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നത്. അപ്പോൾ ഈ മേഖല കൂടുതൽ കലുഷിതമാകുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സായ്കുമാർ പറഞ്ഞതുപോലെ, കൂടുതൽ സംഘർഷം രൂക്ഷമാകുകയാണോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഹോർമൂസ് എത്രയും പെട്ടെന്ന് തുറക്കണമെന്ന് ട്രംപ്, അല്ലെങ്കിൽ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് അമേരിക്കയുടെ ഒരു F-15 വിമാനം ഇറാൻ വെടിവെച്ചു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. അപ്പോൾ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന ഈ വെല്ലുവിളികൾക്കൊന്നും തന്നെ വില കൊടുക്കുന്നില്ല ഇറാൻ എന്നതാണ്. ഇത്രത്തോളം ചെറുത്തു നിൽക്കും ഇറാൻ, കനത്ത പ്രത്യാക്രമണം നടത്തുമെന്നൊന്നും അമേരിക്കയും ഇസ്രായേലും കരുതിയിട്ടുമുണ്ടാകില്ല.